മോളോടുത്ത് ചുമ്മാ പറഞ്ഞതാണ്, എനിക്കെങ്ങനെ ഒന്ന് ഒരുങ്ങിയൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്താൽ കൊള്ളാമെന്ന്. ഇത് ഞാൻ പറയുക, അതെല്ലാം അതുപോലെ തന്നെ സാക്ഷാത്കരിച്ച് തരികയും ചെയ്യുന്ന മകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം തന്നെ. ഹലോ എവ്രിവൺ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ 5.5 മാസം പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ബേബി ഷവറിൻ്റെ ഫോട്ടോഷൂട്ടായിരിക്കും, അല്ലെങ്കിൽ വളകാപ്പിൻ്റെ ഫോട്ടോഷൂട്ടായിരിക്കും. അതൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ ഉള്ള ഒരു ഫോട്ടോഷൂട്ടാണ്. കഴിഞ്ഞ ഒരു നിയർലി ഒരു വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ ആയപ്പോൾ, നവംബറിൽ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഡ്രസ്സും സാധനങ്ങളും എല്ലാം തയ്പ്പിച്ച് പിടിച്ച് എല്ലാം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനുവരിയോടുകൂടി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് പിന്നെ ഒന്നിനും വയ്യ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇനി അടുത്ത ഒക്ടോബർ ആവണേന് മുൻപ് ആ ഫോട്ടോഷൂട്ട് എടുത്ത് തീർക്കണം. അങ്ങനെ അതൊരു മെമ്മറി ആണല്ലോ, നമ്മൾ അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് ഫുൾ മേക്കപ്പിലൊക്കെ ഉള്ള ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഒരു ഫോട്ടോഷൂട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആക്സസറീസ് കണ്ടുപിടിക്കണം, ജ്വല്ലറി കണ്ടുപിടിക്കണം, ഡ്രസ്സ് കണ്ടുപിടിക്കണം, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കണം, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള വേദന എനിക്ക്, അതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരാളിവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ഭർത്താവ്. അതായത് കണ്ടോ, എല്ലാ മുറിയിലും ഓരോരോ സാധനങ്ങൾ നിറച്ച് വെച്ചേക്കുക. ഒരു മുറി നിറച്ച് ക്യാമറ എക്യുപ്മെൻറ്റുകളും ഒക്കെ ഇട്ടേക്കുന്നു, മറ്റൊരു മുറിയിൽ അമ്മേനെ റെഡിയാക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഈ നിറച്ചെൻ്റെ ഓർണമെൻറ്റുകളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി വെച്ചേക്കുന്നു. അപ്പോഴത്തേക്കും ഇരിക്കാൻ സ്ഥലമില്ലാതെ എവിടെ പോകുമെന്നറിയാതെ പാവ സെറ്റിൽ വന്നിരിക്കുന്ന ഭർത്താവിനെയാണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ ആദ്യ സാധനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പറയുന്ന ഇത്രയും കണ്ട ജ്വല്ലറീസ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ ഒരു ഫോട്ടോഷൂട്ടല്ലേ, അതിനെന്തിനാ ഇത്രമാത്രം, കല്യാണമൊന്നുമല്ലല്ലോ ഇത്രമാത്രം ജ്വല്ലറി വാങ്ങിച്ചു വെച്ചേക്കുന്നതെന്ന്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്വല്ലറി എല്ലാം എടുക്കാനായിട്ട് ഇന്നലെ പോയത് എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള നിയതി റെൻ്റൽ ജ്വല്ലറി എന്നായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റേ മണിച്ചിത്രത്താഴുള്ള നാഗവല്ലി ആയിരുന്നു. എല്ലാം കാണുമ്പോൾ എനിക്ക് എല്ലാം വേണം, എന്തൊക്കെ എടുക്കണം, മറ്റേ നാഗപടത്താല മറ്റേത് മറച്ചതെന്നൊക്കെ പറയുമ്പോൾ എടുക്കൂലേ, ആ അവസ്ഥയായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് അധിക സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. റെൻ്റൽ ജ്വല്ലറി ആണല്ലോ, അത് നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. റെൻ്റൽ ആയതുകൊണ്ട് വളരെ ചെറിയൊരു റെൻ്റൽ എമൗണ്ട് കൊടുത്തിട്ട് എടുത്താൽ മതിയല്ലോ, എന്നാൽ ഭയങ്കര യുണീക്ക് പീസസ് ഏതാണോ ഡ്രസ്സിന് മാച്ച് ആവുന്നത് അത് ഇടാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, നിങ്ങളൊന്ന് നോക്കിയാൽ ഈ വളയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഗോൾഡ് തോറ്റു പോകുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ പേജ് ടാഗ് ചെയ്തേക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോ. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. എല്ലാം മറ്റേ എന്താ പറയുക, എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെല്ലാം കൊള്ളാലോ, എല്ലാം എടുത്തുകൊണ്ട് പോരാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അതാണ് എനിക്ക് ജ്വല്ലറിയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തിക്കോ. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പർച്ചേസ് അല്ല, റെൻ്റ് എടുക്കാവുന്നതാണ്. മൈ ഗോഡ്, മൈ മമ്മി ഈസ് ഓൾ സെറ്റ്. അമ്മയുടെ കല്യാണത്തിന് അമ്മ ഇത്ര ഒരുങ്ങിയിട്ടുണ്ടോ അമ്മേ? എൻ്റെ അമ്മയുടെ കല്യാണത്തിന് അമ്മ ഇത്ര ഒരുങ്ങിയിട്ടില്ല. ഇതാണ് ശരണ്യ ജരീഷ്, ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ശരണ്യക്ക് സ്വന്തമായിട്ട് തൈക്കൂടത്തല്ലേ ശരണ്യ, ഒരു സ്റ്റുഡിയോ ഒക്കെ ഉള്ള ആളാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴേ എനിക്ക് കോസ്റ്റ്യൂം ആരുടെ അടുത്തുനിന്ന് വാങ്ങണം, എൻ്റെ കോസ്റ്റ്യൂം എവിടെ നിന്ന് വാങ്ങണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഈ ദേഹമാണ് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ പേടിക്കല്ലേ. അപ്പൊ ഏതായാലും എനിക്ക് അമ്മയുടെ കുറച്ച് എക്സ്പീരിയൻസുകൾ ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് അമ്മ ഒരുങ്ങിയത്? നന്നായിട്ടുണ്ട്. അമ്മ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. ഇങ്ങോട്ട് നോക്കി പറ, ഈ അമ്മേനെയാണ് നിങ്ങൾ അന്ന് എന്റെ വീഡിയോയിൽ കണ്ടത് തുള്ളിച്ചാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ. ഇപ്പൊ കണ്ടോ, ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും പറ അമ്മേ, പറ. വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടാ അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒരുങ്ങണം എന്നൊക്കെ തോന്നാനുണ്ടായ കാരണം? പറ അമ്മ, എന്തെങ്കിലും പറ അമ്മ. എന്റെ ബ്ലോഗ് കല്യാണത്തിന് ഒരുങ്ങിയില്ല, കാരണം ഓടിപ്പോകുന്ന ഒരു കല്യാണം ആയതുകൊണ്ട് കല്യാണത്തിന് ഒരുങ്ങിയില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ചുമ്മാ ഒരു രസം. എന്റെ കല്യാണ സമയത്താണെങ്കിൽ 6 വർഷം മുമ്പായിരുന്നു. അപ്പോഴത്തേക്ക് ഇത്രയും ഒരുങ്ങണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
അതുകൊണ്ട് അപ്പോഴും അത്രയൊന്നും ഒരുങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ അമ്മേനെ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ മേക്കപ്പ് ചെയ്തിരുന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അല്ലേ ശരണേ? ഇത് ശരണയുടെ കൂടെ ഉള്ള ആളാണ്. ഇതൊക്കെ ഞങ്ങളുടെ പണിയായുധങ്ങളെ രാജാവ്. ഇതെല്ലാം എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി 2 കാര്യങ്ങളൂടെ പറയണം എന്നുണ്ട്. അതായത് ടീൽ ബുട്ടീക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാരിയാണിത്. ഇത് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ആക്ച്വലി നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷൻ വരില്ലേ, അതായത് നല്ല സാധനം ആയിരിക്കോ, നല്ല മെറ്റീരിയൽ ആയിരിക്കോ എന്നൊക്കെ. ഇത് അടിപൊളിയല്ലേ അമ്മേ? തീർച്ചയായിട്ടും വളരെ നന്നായിട്ടുണ്ട് അല്ലേ? നമുക്ക് വളരെ കംഫർട്ടാണ് നമ്മൾ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരി. ഇനി ഇതുപോലെ തന്നെ ന്യൂറിയ കൊട്ടോർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ അല്ല അതൊരു സ്റ്റോറാണ്. ആ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് ഞാൻ ഇടാനുള്ളത്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഏതായാലും അമ്മ ഈസ് ഓൾ സെറ്റ് ഫോർ ദ ഫോട്ടോഷൂട്ട്. ഇതാണ് ഫൈനൽ ഔട്ട്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. എന്റെ അമ്മയുടെ എത്ര വയസ്സായി അമ്മയ്ക്കിപ്പോ? 61 വയസ്സിൽ അമ്മ ഇത്രയും ഒരുങ്ങിയേക്കണ ജീവിതത്തിലായിരിക്കും ഇല്ലേ അമ്മേ? തീർച്ചയായിട്ടും. ഓൾ താങ്ക്സ് ടു ശരണ്യ ആൻഡ് ക്രൂ മെമ്പേഴ്സ്. എനിക്കറിയില്ല മറ്റേയാളുടെ പേരെന്താണെന്ന്. അപ്പൊ ഏതായാലും ഗ്രീഷ്മ. ഓ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ശ്രീഷ്മ എന്തെങ്കിലും ആട്ടെ അമ്മ. അപ്പൊ ഏതായാലും അമ്മ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് എന്റെ ഊഴമാണല്ലോ. എനിക്കിങ്ങനെ സാരി ഒന്നും എടുക്കണ്ട, ഒരു പാവാടയും ബ്ലൗസുമാണ് ഉള്ളത്. അത് മറ്റൊരു ബുട്ടീക്കാണ് തന്നിട്ടുള്ളത്. ആ ബുട്ടീക്കിന്റെ വിശേഷങ്ങൾ ഞാൻ ഇട്ടുകൊണ്ട് പറയാം ഗൈസ്. അപ്പൊ അമ്മ ഒക്കെ ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അതെ, ഇതാ കണ്ടോളൂ, അമ്മയെ കണ്ടോളൂ, ഇതാ നോക്കിക്കോളൂ. വർഷങ്ങൾക്ക് മുന്നായിരുന്നു എൻ്റെ വിവാഹം. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മേക്കപ്പിനെന്നോ അല്ലെങ്കിൽ ഒരുങ്ങുന്നതിനെ കുറിച്ചൊന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മോളോടുത്ത് ചുമ്മാ പറഞ്ഞതാണ്, എനിക്കെങ്ങനെ ഒന്ന് ഒരുങ്ങിയൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്താൽ കൊള്ളാമെന്ന്. എന്തോരം അമ്മമാരുണ്ട്, അവർക്കൊക്കെയൊക്കെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും, ഒരുങ്ങണമെന്നോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയുള്ളൊരു സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും, പക്ഷെ പലരും പറയില്ല, പക്ഷെ പറഞ്ഞാൽ തന്നെ അതൊന്നും പ്രാക്ടിക്കലാവില്ല. ഇത് ഞാൻ പറയുക, അതെല്ലാം അതുപോലെ തന്നെ സാക്ഷാത്കരിച്ച് തരികയും ചെയ്യുന്ന മകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം തന്നെ. എനിക്ക് അതിഭീകരമായ മേക്ക് ഓവർ സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ആളാണോ ഞാനിപ്പോൾ? ഗംഭീരമായിട്ട് എന്നെ ഒരുക്കിയിട്ടുണ്ട്. താങ്ക്സ് കേട്ടോ ശരണ്യെ. നല്ല ഭംഗിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ എൻ്റെ വയറിങ്ങനെ കാണിക്കാറില്ല, കാരണം പരമാവധി വലിയ ഉടുപ്പൊക്കെ ഇട്ടിരിക്കാറുണ്ട്. ഇന്ന് വേറെ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാനും എൻ്റെ വയറും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിനായിട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, മറ്റേ ആക്സസറീസ്, ഇത് കൂടാണ്ട് എന്നെ സുന്ദരിയാക്കിയ ഈ ഡ്രസ്സിന് ഞാൻ പ്രത്യേകം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഇത് ന്യൂറിയ കൊട്ടൂർ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ്. അതൊരു ക്ലോത്തിങ് ബ്രാൻഡാണ്, ക്ലോത്തിങ് സ്റ്റോറാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഡ്രസ്സ്. എന്നിട്ട് ഇത് വാങ്ങിച്ചതിൻ്റെ കഥയും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, അതും കൂടെ കേൾക്കണം. അതായത് ഇതൊരു 4 മാസം മുന്നേ വാങ്ങിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ എനിക്ക് തയ്ച്ചു തന്ന സാധനമായിരുന്നു. പക്ഷെ 4 മാസം കൊണ്ട് ഒരു ഗർഭിണിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം, അതുപോലെ ഞാൻ വീർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉടുപ്പ് കയറുന്നില്ല. പക്ഷെ പാവ ന്യൂറിയ എന്നിട്ട് ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ഇന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് ഇതിനെല്ലാം പെർഫെക്റ്റ് ആക്കി തിരിച്ചേൽപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക താങ്ക്സ് പറയേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു തന്ന ആ വലിയ മനസ്സിന്. പിന്നെ ഇവരോടൊക്കെ ഞാൻ താങ്ക്സ് കേട്ടോ, നിങ്ങൾക്കൊക്കെ താങ്ക്സ് ഉണ്ട്. രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വന്ന്, എനിക്കിപ്പോൾ കുട്ടിക്ക് എപ്പോഴും ക്ഷീണം. അപ്പോൾ കുട്ടി ഇങ്ങനെ ഇരിക്കും, ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തു തരുന്നു, എല്ലാം എന്നെ സുന്ദരിയാക്കുന്നു. ഇനി ബാക്കി കഥകളൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മേനെയും കൂടെ ഇരുത്തിയിട്ട് പറയാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, ഞാനിങ്ങനെ നിൽക്കുന്നത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ കഥയിലെ ഒരു പ്രധാന നായകൻ ഞങ്ങൾ രണ്ടുപേരും അല്ല. ഇത് ഫോട്ടോഷൂട്ടാണല്ലോ. അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ വിളിച്ചു? ഇവിടെ എങ്കിലാത്ത സ്കൈലാർക്ക് പിക്ചേഴ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ MD വിളിച്ചു. ആ MD വളരെ നേരത്തെ എത്തി ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി എനിക്ക് ബാക്കി കൂടെ പറയാനുണ്ട്. ഇവൻ എന്നോട് പറഞ്ഞു 1 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 ഒരുക്കിയിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാലോ. 3:30 ആയപ്പോഴാണ് ഈ മുതലാളി എത്തിയത്. മുതലാളിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇവനാണ് കല്യാണങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. കല്യാണമൊക്കെ ഡബിൾ ചെക്ക് ചെയ്യണം രാവിലെ കറക്റ്റ് സമയത്ത് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. എടുത്തു തരുന്ന ഫോട്ടോ ഒക്കെ നല്ല വൃത്തിയാണ്, അത് ഗ്യാരണ്ടിയാ. പിന്നെ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ പുറകെ നടക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എനിക്ക് സന്തോഷമായി. ഓക്കെ ബാ. ഓക്കെടാ, അപ്പൊ ഇനി ഞങ്ങള് ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ വിഷമം തീർന്നൊക്കെ ഞാൻ ഇങ്ങനെ വയറ് പിടിച്ചോണ്ടെങ്കിൽ നിന്നാലോ? എന്താണ് ഇത് കാണുന്നത്? പിന്നെ ബ്രോയും കൂടെ കോസ്റ്റ്യൂം ഇട്ടിറങ്ങിയിരുന്നെങ്കിൽ അങ്ങോട്ടും കൂടെ കാണിച്ചു. അത് കാണുന്നു കൊറേ ബ്രോയും കൂടെ ഒരു ചുമല ഷർട്ട് ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. ഞങ്ങക്ക് പരമാവധി അപമാനിക്കാനുള്ള എല്ലാരെയും ഉള്ളതിൽ അപമാനിച്ചു കഴിഞ്ഞു. ഇനി വീണത് വേണം ഇങ്ങനെ വെച്ചു, കൈ ഇങ്ങനെ വെച്ചു. അതെന്താ എന്നിട്ട് അമ്മ വേണം ഇങ്ങനെ വെച്ചു, മറ്റേ ആഫ്രിക്കക്കാരൻ കാണിക്കണം മറ്റേ സാധനം. അമ്മ വേണം ഇത് പിടിച്ചോ പിടിച്ചോ. കണ്ണേ ആരാരോ കനിയെ അതല്ല. ഇനി അമ്മ വേണം ഒരു ഉമ്മ എടുത്തോ. വീണയുടെ കൈ സാധനം അവിടെ വേണം. ഓക്കെ, ഇനി അങ്ങനെ എന്നിട്ട് ഉമ്മ എടുത്തോ. ഉമ്മ എടുത്തു അഭിനയിച്ച് മറിക്കാറുണ്ട് കൂടെ. ഗൈസ്, ഒരു ഫോട്ടോഷൂട്ടുകാരിയുടെ രോദനങ്ങൾ കണ്ടോ? ഞാൻ ആശിച്ച് പ്രാർത്ഥിച്ച് മഴ പെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പം അതിഭീകര കാറ്റ്. എൻ്റെ ഈ മുടിയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. പിന്നെയാണ് എനിക്കാണെങ്കിൽ ഈ കാലിലിട്ടേക്കണ പാദസരമൊക്കെ ആരെങ്കിലും 4 പേരെ കാണിക്കണം എന്നുണ്ട്. അതിന് പറ്റുന്നൊരു വിഷ്വൽ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ മൊത്തത്തിൽ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ഏതായാലും ഞാൻ ഉള്ളത് വെച്ച് ഓണം പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഔട്ട് ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. രാവിലെ നല്ല എനർജിയിൽ തുടങ്ങിയ ഞാൻ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. രാവിലെ 10:30 എൻ്റെ അമ്മേനെ റെഡിയാക്കി നിർത്തിയതാണ് ഈ കണ്ടത്. സ്കൈലാർക്ക് വെഡിങ്സ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സമയം വൈകുന്നേരം 6:30 ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 8 മണിക്കൂറായി ഞങ്ങൾ ഫോട്ടോഷൂട്ടിലായിരുന്നു. അമ്മേ, മനസ്സിലായില്ലേ ഇതിന്റെ ഒരു വേദന? വേദന ഒന്നും വന്നിട്ടില്ല. ഇതിനെയൊക്കെ എന്താ പറയാ, അതിന്റേതായ ഒരു നല്ല മൂഡില് എല്ലാരും കാണട്ടെ അല്ലേ, ഇതിനെയൊക്കെ തമാശയായിട്ട് എടുക്കുക, ഇതൊക്കെ എൻജോയ് ചെയ്ത് എടുക്കുക. ഞാൻ അങ്ങനെയാ. അതെ അതെ അതെ, ഞാൻ ഇന്ന് എല്ലാ ദിവസത്തിൽ നിന്നും വിഭിന്നമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഈ കനത്ത മലയാളം എവിടെ നിന്നാ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എല്ലാ ദിവസത്തിൽ നിന്ന് വിഭിന്നമായി അമ്മ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. അപ്പൊ ഏതായാലും ഞങ്ങള്, എടാ നീ ഹാപ്പി അല്ലേടാ? ഇതിൽ കിട്ടുന്ന വിഷ്വൽസ് എല്ലാം ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, ഇവന്റെ ഹാപ്പിനെസ്. അപ്പൊ അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഇന്റർവ്യൂ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ കൊടുത്തേക്കും. ഇത് കണ്ടോ, ഞാൻ ഇട്ടോണ്ട് വന്ന പാദസരമൊക്കെ ഇപ്പൊ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ഓക്കെ, ബൈ ബൈ ബൈ. ബൈ കൊടുക്കും. ബൈ ബൈ.